ജ്ഞാനം 8-ാം അധ്യായത്തില് 6 തൊട്ട് 8 വരെയുള്ള വചനം. ഇത് ദൈവീയ ജ്ഞാനം, ബഹുമുഖ ജ്ഞാനം ദൈവം തരികയാണ്. എഫെസോസ് 3:10 ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അറിവ് പല സ്ഥലങ്ങളിലുള്ള അറിവാണ്. ഒരിക്കൽ സ്ഥലത്ത് ചെന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര ബന്ധനമായിരിക്കും. ആത്മീയ ശക്തിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അനക്കമില്ല അവിടെ പ്രാർത്ഥിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരി ചോദിച്ചു, എവിടെയെല്ലാം പോകും പ്രാർത്ഥിക്കാൻ? പിന്നെ ഞാൻ എറണാകുളം ശിവക്ഷേത്രത്തിൽ പോകും, കത്തോലിക്കയാണ്. പിന്നെ എല്ലായിടത്തും. അതിനെന്താണ്? വചനം പറയാമോ? എവിടെയാണ്? 1 രാജാക്കന്മാർ 18:21 അവർ 2 വാഞ്ചിയിലാണ് കാലുകുത്തിയേക്കുന്നത്. അപ്പൊ ആ ഭവനത്തിലാണ് പ്രാർത്ഥന വച്ചേക്കുന്നത്. അവിടെ വല്ലതും പ്രവർത്തിക്കുക. അപ്പൊ ആ രൂപി പലരും നോക്കിയിട്ട് 10-60 സഹോദരികളുണ്ട്. പക്ഷെ ആത്മാവിന്റെ ശക്തിയിൽ നിൽക്കാൻ നേരത്ത് നമ്മൾ ആത്മശക്തിയിലാണ്. അപ്പൊ ദൈവം വിഷം തരും. എവിടെയാ ബന്ധനാണ് കർത്താവ് കാണിച്ച് പെട്ടെന്ന് ഒരുത്തനവിടെ നിൽപ്പുണ്ട്, ഒരു സുന്ദര കുട്ടനായിട്ട്, ഒരു സിനിമാ നടൻ പോലെയുള്ളത്. അപ്പോഴും കണ്ടത് ഫേമസ് എന്നപ്പോഴാണ് മനസ്സിലായത്. വലിയ സ്വർണത്തില്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാനുള്ള ആ സമയത്ത് ചോദിച്ച്, അപ്പൊ എന്നോട് ചോദിക്കാൻ എന്നെ പ്രാർത്ഥിക്കാനാണോ? ഞാൻ ഇതെല്ലാം അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ശബരിമലയിൽ പോയിട്ട് വന്നാണ്. അതാണ് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, അത് കെട്ടിയിട്ടുണ്ട്, ചട് കെട്ടിയിട്ടുണ്ട്. ഇസൈക്കൽ 13 18 തൊട്ട് 20 വചനം മാന്ത്ര ചരടുകൾ. കർത്താവിന്റെ കൃപയുടെ മുമ്പിൽ വല്ലതും നിൽക്കുമോ? ഇല്ല. അവിടെ കൃപ പ്രവർത്തിക്കുമോ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞില്ല, വെട്ടിയിട്ട വാഴ പോലെ താഴെ പിടിച്ചാൽ പോകരുത്. മറ്റേത് താഴെപ്പോയാണ്. കാരണം കർത്താവിന്റെ ആത്മീയ ശക്തി ഇങ്ങനെയുള്ള സ്ഥലത്ത് അത്ഭുതങ്ങളുടെ ആളും കർത്താവ് കാണിക്കും. അല്ലെങ്കിൽ പിന്നെ കർത്താവിന് അതിനെ ഉപയോഗിക്കുന്ന ആരെയാണ്? നമ്മളെയാണ്. റോമ 9:16 തൊട്ട് 18 വരെയുള്ള വചനത്തില്, റോമ 14:4 തൊട്ട് 6 വരെയുള്ള വചനം. ദൈവം നമ്മൾ ദൈവത്തിന് ശുശ്രൂഷയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വചനം പാലിക്കുകയും കൃപ വരുകയും ചെയ്യുമ്പോൾ കർത്താവ് തന്ന ദാനങ്ങളാണ്. ഇതെല്ലാം ഉപയോഗിക്കാനാണ്. ധൈര്യപൂർവ്വം കർത്താവ് തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തെ അവനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചാക്കി വെട്ടിച്ചങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ റിലീസായ ആ സ്ഥലം കർത്താവ്, ആ പ്രാർത്ഥനാ സ്ഥാനം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എവിടെയായിരുന്നു എല്ലാം റിലീസാകാൻ തുടങ്ങി. ഒരു സഹോദരി ഒഴിച്ച് വാക്കുകളെല്ലാം അവിടെ താഴെ. അത് എന്തുകൊണ്ടാണ്? അവിടെ ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ച് പിന്നെ ആ സ്ഥലം ദൈവത്തിലോട്ട്, അവിടെയുള്ള സഹോദരികളെല്ലാം കർത്താവിലോട്ട് വന്നു. അപ്പോഴാണ് അവർ നല്ല പൂർണ്ണ കുമ്പസാരമൊക്കെ കഴിക്കുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞ് ഈ ശൈലിയിട്ടുണ്ട്. ആ കൂട്ടുകാരിക്കും പിന്നെ വലിയ വിശ്വാസികൾ. ഇന്ന് അതിലെ പല സഹോദരികളും വലിയ പ്രാർത്ഥനയിൽ നല്ല ശക്തിയുള്ളവരാണ്. വചനങ്ങൾ ഹൈന്ദവരുണ്ടായിരുന്നു കൂടുതൽ അവരും. അപ്പൊ ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം പല വിധത്തിലാണ് ദൈവപ്രവർത്തനങ്ങൾ. ഇതിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത്. ഇത് കണ്ടാലും വിശ്വസിക്കാത്ത ജനമുണ്ട്. എബ്രായർ 4:2 വാക്യം. അപ്പൊ ഇതെല്ലാം അനുഭവത്തിൽ കൂടിയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ കൃപകൾ വരുമ്പോൾ ഡെലിവറൻസ് കൃപ അതിനാ തരുന്നത്. ഡെലിവറൻസ് വന്ന അപ്പം മനസാന്തരമാണ്. ഡെലിവറൻസ് ഒന്നാണ് കഴിഞ്ഞ ഉടനെ വചനം കൊടുക്കുക, ഉടനെ സ്നേഹമാണ്. 1 പത്രോസ് 4:8. സ്നേഹം വരുമ്പോൾ എല്ലാ പാപങ്ങളും പോകുന്നു, ഭയം അത് വിട്ടുപോകുന്നു. 1 യോഹന്നാൻ 4:18. അപ്പൊ ദൈവവചനമാണ്. 1 കൊറിന്തോസ് 13 4 തൊട്ട് 8 വരെയുള്ള വചനം പ്രവർത്തിക്കും. സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പൊ ഉടനെ ഒന്ന് സ്നേഹം കൊടുത്താൽ മതി. ഏത് സ്നേഹം കൊടുത്താൽ ഉടനെ ഡെലിവറൻസ് നടക്കും. വെറുതെ സ്നേഹത്തിന്റെ വചനം വായിച്ചാൽ മതി. വചനം മാംസമാണ്. വചനം കേൾക്കുമ്പോൾ മാനസാന്തരം വരും. വചനമാണ്. അപ്പൊ സ്നേഹത്തിന്റെ വചനമായിരിക്കണം എപ്പോഴും പൈശാചികശക്തികൾക്കെതിരായി കൊടുക്കേണ്ടത്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ ഏറ്റവും വലിയ ദാനവും ഗുണവും. അപ്പൊ നമ്മുടെ ഹൃദയം എത്രയൊക്കെ ശുദ്ധീകരിച്ചു വരുന്നു, ആ ശുദ്ധീകരണം എന്തിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കും? വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് വചനം കേട്ടാൽ മാത്രമേ വചനത്തിൽ കൂടി വരുമ്പോഴാണ് ആത്മാവിന് ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് രാത്രി 1 മണിക്കൂർ കർത്താവിന് വേണ്ടി കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃപ, ഈ പറയുന്നതിന്റെ കൃപ വരുവുള്ളൂ. കേട്ടോ? എക്സസൈസ് ചെയ്യണ്ടേ? എന്തെങ്കിലും പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണോ? വേണം. 18 മാസം കഴിഞ്ഞവരുണ്ടോ? ഇപ്പൊ ഇവിടെ നമ്മൾ എത്ര നാളായി 18 തുടങ്ങി? 1 കൊല്ലം ആള്. അപ്പൊ ഇനി 6 മാസം കൂടി കഴിയുമ്പോ നിങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കർത്താവിന്.
കേട്ടോ, ഈശോനെ കൊടുക്കാനായിട്ട്. പൈശാശക്തികൾ വന്നിട്ട് എവിടെയെങ്കിലും പൈശാശക്തികൾ എന്താണ് പേടിയുണ്ടാകും? പേടിയുള്ളവരാരും ഈശോയിലല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം ദൈവം തന്നിട്ടുണ്ടാക്കുക, ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിനെല്ലാം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ തട്ടിപ്പ് കൊണ്ട് നടക്കും. റോമ 15:6 നടക്കും. കാരണം പ്രവൃത്തി തീറ്റയും കുടിയാവും. നല്ല തീറ്റയും കുടിയും കാശുമായിട്ട് പോകും. ഈശ്വരനെ കൊടുക്കുകയില്ല. മറ്റേ ഈശ്വരനെ നിങ്ങൾക്ക് ശക്തമായി കൊടുക്കാൻ സാധിക്കും. എവിടെ ചെന്നാലും അപ്പം കൊടുക്കാം. ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ വചനം. അപ്പൊ ഈ കൃപ വരും. വചനം ഇങ്ങനെ പറയാനുള്ള കൃപ കണ്ടോ, തുടർച്ചയായിട്ടും നമ്മുടെ പല പ്രദേശത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാതെ സിറ്റുവേഷനുണ്ട്. പെട്ടെന്ന് വചനം പറയാറ് നമ്പർ വരും. ഇനി കുറച്ച് കഴിയും നമ്പറിൽ വരും. അതെന്തിനാ നമ്പറിൽ വരുന്നത്? വലിയൊരു കൃപയാണ്. കാര്യം സമയമുണ്ടായില്ല നമുക്ക്. ഇതാണ് എൻ്റെ ആത്മീയ രഹസ്യം കേട്ടോ. ഈ വചനം പഠിപ്പിക്കാൻ സമയം കാണില്ല. അത്രയും ജനമായിരിക്കും വരണം. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ളവർക്കാണ് ഈ കൃപ കൊടുക്കുന്നത്. ഷാജി ബ്രദറിന്, ജോ മോന്, തോമസിന് ഒക്കെ ഇപ്പൊ കൊടുക്കുകയാണ്. വർഗീസിന്, ഇങ്ങനെ എല്ലാവർക്കും പലർക്കും. സിസ്റ്റേഴ്സിനുണ്ട്. ടെസ്സിക്ക് കിട്ടും, മറ്റേ ലാലിക്ക് കിട്ടും. അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ കിട്ടും, ഫ്രണ്ടിലിരിക്കുന്നവർ. കാരണം അത് ജോർജ് കുട്ടി കിട്ടും. ഇതൊരു വ്യാധി പോലെ വരുന്ന 2 കൊരിന്ത്യർ 12 തൊട്ട് 15 വരെ ഇത് വരുമ്പോഴാണ് മറ്റുള്ളവർ അസൂയ വരും. കാരണം ഇതെങ്ങനെ വരുന്ന പഠിച്ചിട്ടാണെന്ന് പറയും. കാണാപ്പടം പല വിധത്തിലൊക്കെ പറയും. ഇത് പരിശുദ്ധയുടെ ശക്തിയാണ്. ഈ ശക്തി വന്നു കഴിഞ്ഞാൽ പേടിയായിരിക്കും എല്ലാവർക്കും. ഒരു പ്രവാചകൻ എന്നും പറഞ്ഞ വലിയൊരാൾ വന്നെന്ന് വിചാരിച്ചോ ലോകത്തില്. സൗത്ത് കൊറിയക്കാരനില്ലേ, അവനൊക്കെ അപ്പം നമുക്കറിയാം, തിരിച്ചറിയാൻ സാധിക്കും. വെളിപാട് 2:2 കൂടി. അത് ഏത് അരുവിയാണ് കണ്ടോ. അത് നിങ്ങൾ ദൈവം അത് തരുവാണ്. അത് നിങ്ങൾ കൊടുക്കണം അനേകർക്ക്. ഇപ്പൊ ഞാൻ ഫിലിപ്പിയ 1:24 കൂടി പ്രവർത്തിക്കുകയാണ്. കാരണം എൻ്റെ ദൗത്യം അതാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തി വിടുക, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ പോയി ആ 4 കൊല്ലം വരെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കും. 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിപ്പിച്ചോളണം. ഇതുപോലെ ഇതിനേക്കാൾ ശക്തിയായിട്ട് നിങ്ങൾ പഠിപ്പിക്കും. ഇതാണ് കർത്താവിന്റെ പ്രവർത്തനം. മുമ്പൻ പിമ്പ് വരും. അതുകൊണ്ട് ഒരിക്കലും വ്യാധിക്കേണ്ട, നിങ്ങളാരും വരികയല്ലെന്ന്. മത്തായി 19:30 മത്തായി 20:16 ഒരിക്കലും ഗുരുവിനെ പോലെ വരികയില്ല. അത് ഓർത്തും ചാടി മുമ്പ് വരാമെന്ന് പറഞ്ഞു. അത് ചിലർക്ക് അങ്ങനെ തോന്നി. കോഴിക്കുഞ്ഞ് ഈ ലൂക്ക 13:34 ഈ കോഴിക്കുഞ്ഞിന്റെ കുഞ്ഞ് അടിയിലിരിക്കുകയാണ്. അതുപോലെ കൊണ്ടു നടക്കുന്ന ആത്മാവിലുള്ളവര്. നിങ്ങളുടെ കാലത്ത് ആത്മാവിന്റെ കാര്യത്തിൽ ഭയങ്കര തീഷ്ണതയായിരിക്കും. ഒരാളുടെ ആത്മാവ് തകർന്നു പോകാതിരിക്കാൻ. പക്ഷെ ചിലപ്പോ തോന്നും കോഴിക്കുഞ്ഞ് അവിടെ 400 ഇഷ്ടം പോലെ കിടന്ന് കളിക്കും. സാത്താന്റെ പ്രലോഭനങ്ങൾ.